Ramesh, there are different type of businesses, trading, manufacturing. So, one question that general business people ask is, a different type of business, different type of ERP requirement ഉണ്ടാവും. തീർച്ചയായും ഇന്ന് നമ്മുടെ ലോകത്ത് ഓരോന്നിനും ഓരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഓരോരോ പ്രൊഫഷണൽസ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിനും അതേപോലെ നമുക്ക് സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസിലേക്ക് പോകണം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഓരോ ഇൻഡസ്ട്രിയും ഡിമാൻഡ് ചെയ്യുന്ന ഓരോ ചില കാര്യങ്ങളുണ്ടാകും. അതൊരിക്കലും വേറൊരു ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളതായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ട്രേഡിംഗ് ഫേം ഡിമാൻഡ് ചെയ്യുന്ന സാധനമായിരിക്കില്ല ഒരു മാനുഫാക്ചറിങ് ഫേം. ഇനി ട്രേഡിങ്ങിൽ തന്നെ ഒരു ടെക്സ്റ്റൈൽസ് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല ഒരിക്കലും ഒരു സൂപ്പർ മാർക്കറ്റിലുള്ളത്. അതായിരിക്കില്ല ഒരു പക്ഷേ ടൈൽസോ അല്ലെങ്കിൽ സാനിറ്ററിയോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഫൈനാൻസിലോ ഓരോ ഇൻഡസ്ട്രിയും ബേസിക്കലി എവിടെയൊക്കെ അക്കൗണ്ടിങ് സൈഡ് കോമൺ ആണെങ്കിലും ട്രേഡിംഗ് സൈഡ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്. പിന്നെ ഈ ടെക്സ്റ്റൈൽസിൽ തന്നെ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് എടുത്ത ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ ഒരു ടൈൽസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഷോപ്സ് അങ്ങനെ ഏതെടുത്താലും ഇവിടെ തന്നെ നമ്മളൊരു 100 കച്ചവടക്കാരെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 100 പേരുടെയും ആക്ടിവിറ്റീസ് സ്പെഷ്യൽ. അപ്പോൾ ഇവിടെയാണ് ഒരു സ്പെഷ്യലൈസ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഷോപ്പുകൾക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ്ലി ചെയ്തൊരു സോഫ്റ്റ്വെയർ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിക്സ് ഷോപ്പിൽ ചെന്ന് നമുക്ക് സംസാരിക്കുന്ന സമയത്ത് അയാളുടെ പെയിൻ ഇമ്മീഡിയറ്റ്ലി മനസ്സിലാക്കുവാനും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് ചിലപ്പോൾ പുതിയ ഇൻപുട്സുകൾ നമുക്ക് കിട്ടുകയും ഈ ഇൻപുട്സ് ബാക്കിയുള്ളവരിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഒരു വാല്യൂ അഡീഷൻസ് അവിടെ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ മാത്രം ചിന്തിക്കുന്നത് ശരി അല്ലെങ്കിൽ എൻ്റെത് മാത്രമാണ് ശരി എന്നുള്ള ചിന്ത മാറ്റി വെച്ചിട്ട് ഒരു കളക്റ്റീവ് തോട്ട് പ്രോസസ്സിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമുക്ക് എന്തൊക്കെ ഗ്യാപ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഒരിക്കലും ഇത് ഒരു ഗ്ലോബലി മീൻസ് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരേ സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഇത് അഡോപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു വാക്കിൻ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതലുള്ള കേസിൽ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ചോളം സെയിൽസ്മാന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല സിംപ്ലി പറഞ്ഞാൽ. കാരണം അവർ വരുന്നു, അവർ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് വരികയാണ്, എനിക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കുന്നു, എടുക്കുന്നു, പിക്ക് ചെയ്യുന്നു, ബില്ലടിക്കുന്നു, പോകുന്നു. പക്ഷേ ഇതേ ആക്ടിവിറ്റി ആയിരിക്കില്ല ഒരു പക്ഷേ ടൈൽസിൽ. കാരണം അവിടെ സെയിൽസ്മാൻ വലിയൊരു റോളാണ് ഉള്ളത്. കാരണം ആ കസ്റ്റമർ വാക്കിൻ ചെയ്ത് അവിടെ കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ മുതൽ തിരിച്ചയാൾ ഇറങ്ങി പോകുന്നവരെ സെയിൽസ്മാനാണ് ഉള്ളത്. കാരണം അവരുടെ ടേസ്റ്റ് മനസ്സിലാക്കി അവർക്ക് വേണ്ട മെറ്റീരിയൽസ് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള കോസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇത് തന്നെയാണ് ഇപ്പോൾ ഇലക്ട്രോണിക് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇതായിരിക്കില്ല ഒരു പക്ഷേ ടെക്സ്റ്റൈൽസ് ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇൻവെൻട്രി സൈഡിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വ്യത്യസ്തമാണ് ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഞാൻ പറഞ്ഞാൽ ഓരോരുത്തർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കണമെങ്കിൽ അവരുടെ ബിസിനസ്സിന് കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സിലേക്ക് പോകാൻ സാധിക്കും. കാരണം ഒരു ബിസിനസ് ഒരു ഇൻവാക്സ് സോഫ്റ്റ്വെയർ എടുക്കുമ്പോഴത്തേക്കും അവരെ പെയിൻ പോയിന്റ് മാത്രമല്ല മറ്റുള്ള ബിസിനസ്സുകാരെയും എക്സ്പീരിയൻസ് ഇതിൽ ഇൻകോർപ്പറേറ്റഡ് തീർച്ചയായും അഡ്വാൻറ്റേജ് വിച്ച് വിൽ ഹാവ് യെസ്. അത് ഞാൻ പറഞ്ഞ കളക്റ്റീവ് തോട്ട്സ് ഇവിടെ വരുന്നുണ്ട്. ഇറ്റ് ഈസ് വെരി ഗുഡ്.